ഇന്നത്തെ സാഹചര്യത്തിൽ NDA കേവല ഭൂരിപക്ഷം കടക്കില്ല എന്നുറപ്പാണ്. അതുപോലെ BJPയുടെ സീറ്റിലും വലിയ കുറവുണ്ടാകും. ഇത് എൻ്റെ വാക്കുകളല്ല, യോഗേന്ദ്ര യാദവിന്റെ വാക്കുകളാണ്. അദ്ദേഹം ചില്ലറക്കാരനല്ല. കഴിഞ്ഞ 35 വർഷങ്ങളായി തിരഞ്ഞെടുപ്പ് അവലോകനം നടത്തി വരുന്ന വ്യക്തിയാണ്. അതിനാൽ അദ്ദേഹത്തിന്റെ വിലയിരുത്തലിന് വലിയ പ്രാധാന്യമുണ്ട്. സ്റ്റേറ്റ് ബൈ സ്റ്റേറ്റ് ആയുള്ള അദ്ദേഹത്തിന്റെ അവലോകനം നമുക്ക് വിശദമായി കാണാം. കർണാടകം, തെലങ്കാന, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങൾ സന്ദർശിച്ച് ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിയ ശേഷമാണ് അദ്ദേഹം ഈ വിശകലനം പുറത്തുവിട്ടത്. ഇന്നത്തെ അവസ്ഥയിൽ BJP ഒരു കാരണവശാലും 2019 പ്രകടനം ആവർത്തിക്കില്ല. അതുമാത്രമല്ല, കഴിഞ്ഞ തവണ നേടിയ സീറ്റുകളിൽ നിന്ന് വലിയ നഷ്ടം ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. आज की तारीख में BJP मेजॉरिटी नहीं ला रही. 2019 BJPക്ക് തനിച്ച് 303 സീറ്റുകളും NDAക്ക് 353 സീറ്റുകളുമാണ് ലഭിച്ചത്. BJPക്ക് തനിച്ച് ഒരു കാരണവശാലും ഭൂരിപക്ഷം ലഭിക്കില്ല. അതുപോലെ NDA മൊത്തമായി 272 കടക്കില്ല. BJP 272 से बहुत नीचे है और BJP सहयोगियों के साथ NDA भी मेजॉरिटी से नीचे हो सकता है. സംസ്ഥാനം തോറുമുള്ള അദ്ദേഹത്തിന്റെ വിശകലനം ഇങ്ങനെയാണ്. 2019 കർണാടകത്തിൽ 28 സീറ്റുകളിൽ 26 നേടിയ BJPക്ക് ഇവിടെ മിനിമം 10 സീറ്റുകൾ നഷ്ടമാവും. മഹാരാഷ്ട്രയിലെ 48-ൽ 42 നേടിയ NDAക്ക് ഇപ്രാവശ്യം മിനിമം 20 സീറ്റുകൾ നഷ്ടമാവും. രാജസ്ഥാൻ, ഗുജറാത്ത് എന്നിവിടങ്ങളിലെ 51 സീറ്റുകളിൽ 51 നേടിയ BJP ആയിരുന്നു. ഇതിൽ മിനിമം 10 നഷ്ടപ്പെടും. ഹരിയാന, പഞ്ചാബ്, ചണ്ഡീഗഡ്, ഹിമാചൽ പ്രദേശ്, ഡൽഹി എന്നിവിടങ്ങളിൽ നിന്ന് മിനിമം 10 സീറ്റുകൾ നഷ്ടം. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് എന്നീ 3 സംസ്ഥാനങ്ങളിൽ മിനിമം 10 സീറ്റ് നഷ്ടപ്പെടും. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ 2 സംസ്ഥാനങ്ങളിൽ നിന്ന് 2019 69 സീറ്റുകൾ നേടിയ NDAക്ക് അതിൽ മിനിമം 15 സീറ്റുകൾ നഷ്ടപ്പെടും. കഴിഞ്ഞ പ്രാവശ്യം 40-ൽ 39 നേടിയ ബീഹാറിൽ മിനിമം 15 സീറ്റുകൾ നഷ്ടപ്പെടും. വെസ്റ്റ് ബംഗാൾ, നോർത്ത് ഈസ്റ്റ്, യൂണിയൻ ടെറിട്ടറീസ് എന്നിവിടങ്ങളിൽ നിന്ന് മിനിമം 10 സീറ്റുകൾ നഷ്ടമാവും. അങ്ങനെ മൊത്തം 100 സീറ്റിന്റെ നഷ്ടം. അപ്പോൾ NDAക്ക് ഇവിടങ്ങളിൽ നിന്ന് കിട്ടാവുന്ന പരമാവധി സീറ്റ് 253. ഇതിൽ BJPക്ക് മാത്രം നഷ്ടം മിനിമം 75 സീറ്റ്. NDA സഖ്യകക്ഷികൾക്ക് 25 സീറ്റ്. ഇനി ചില സംസ്ഥാനങ്ങളിൽ NDAക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കാം. തമിഴ്നാട്, കേരള, തെലങ്കാന എന്നീ 3 സംസ്ഥാനങ്ങളിൽ നിന്ന് 5 സീറ്റുകൾ അധികമായി ലഭിക്കാം. ആന്ധ്രാപ്രദേശിൽ TDPയുമായുള്ള സഖ്യഫലമായി 10 സീറ്റുകൾ NDAക്ക് അധികം ലഭിക്കാം. അങ്ങനെ വരുമ്പോൾ BJPക്ക് 10 സീറ്റുകൾ അധികം ലഭിച്ച് നഷ്ടം 65 സീറ്റുകളായി കുറയുന്നു. മറ്റ് സഖ്യകക്ഷികൾക്ക് 20 സീറ്റുകൾ നഷ്ടം. അങ്ങനെ NDA മൊത്തമായി മിനിമം 85 സീറ്റുകൾ നഷ്ടം. BJP സീറ്റുകൾ മാക്സിമം 238, NDAക്ക് മാക്സിമം 268. കേവല ഭൂരിപക്ഷത്തിന് മിനിമം 4 സീറ്റുകളുടെ കുറവ്. അദ്ദേഹം പറയുന്നത് ഇത് BJPക്കും NDAക്കും കിട്ടാവുന്ന പരമാവധി സീറ്റുകളാണെന്നാണ്. NDA 240 സീറ്റിൽ താഴെ പോകാനുള്ള വലിയ സാധ്യതയുണ്ട്. യോഗേന്ദ്ര യാദവിന്റെ ഈ അവലോകനങ്ങളെ നിങ്ങൾ എങ്ങനെ കാണുന്നു?